ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഇപ്പം നമ്മൾ 4-ാമത്തെ സൂത്രത്തിലാണ് ഉള്ളത്. 4-ാമത്തെ സൂത്രം തത്വസമന്വയാത്. തത്വസമന്വയ എന്ന് പറയുമ്പോൾ ചേർച്ചയുള്ളത് കൊണ്ട് എന്ന്, അതാകട്ടെ ചേർച്ചയുള്ളത് കൊണ്ട്. തത് തു സമന്വയാത്, അതായത് സർവജ്ഞനും സർവശക്തനും ഈ കാണാകുന്ന ജഗത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി പ്രളയങ്ങൾക്ക് കാരണവുമായ ബ്രഹ്മം വേദാന്ത ശാസ്ത്രത്തിൽ നിന്ന് തന്നെ അറിയപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട്? വേദാന്ത വാക്യങ്ങളെല്ലാം അതിൽ ചേർന്ന് യോജിക്കുന്നവയായി കാണുന്നത് കൊണ്ട് എന്ന് സൂത്ര താൽപ്പര്യം. അവിടെ പൂർവപക്ഷി എന്ന് പറയുമ്പോൾ വിമർശനങ്ങളാണ്. സമൂഹത്തിൽ ഉണ്ടാവുന്ന വിമർശനങ്ങളെ മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ട് അതിന് സമാധാനം കണ്ടെത്തുക, ഉത്തരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടാവാം: ആത്മാവിന് ക്രിയാസംബന്ധം ഉണ്ടാകാമെന്ന്. കർമ്മത്തിന് വേണ്ടി കർമ്മത്തിലൂടെ നേടേണ്ടതാണ് ആത്മസ്ഥിതി എന്ന് ചിലർ പറഞ്ഞേക്കാം. അപ്പോൾ അവിടെ പറയുകയാണ്, തള്ളാനോ കൊള്ളാനോ ഒന്നുമില്ലാത്ത ബ്രഹ്മത്തെ സംബന്ധിച്ച് ബ്രഹ്മസാക്ഷാത്കാരം എന്നുള്ളത് അതിൽ തള്ളാനും ഇല്ല കൊള്ളാനും ഇല്ല. അപ്പോൾ എന്തൊരു കർമ്മമാണ്, എന്ത് കർമ്മം കൊണ്ട് നേടേണ്ടതാണത്. അതുകൊണ്ട് കർമ്മം കൊണ്ട് നേടേണ്ടതല്ല അത്. കർമ്മവുമായി ബ്രഹ്മത്തിന് യാതൊരു സംബന്ധവും ഇല്ല. കർമ്മവുമായി സംബന്ധം ലോകത്തുള്ള ധർമാധർമ്മ വിഷയങ്ങൾക്കാണ്. അതില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയത്ത് ബ്രഹ്മജ്ഞാനം എന്നുള്ളത് അത് കർമ്മത്തിൻ്റെ ഫലമായിട്ട് ലഭിക്കേണ്ടതല്ല എന്ന് സമർത്ഥിച്ചു. ഇതിന് ശേഷം ദേവതകളെയും മറ്റ് കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങൾ, അത് ഉപാസനാപരങ്ങളാവട്ടെ എന്തോ ആയിക്കോട്ടെ, അതിലൊക്കെ കർമ്മത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ദേവതാ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരോ ദേവതയ്ക്കും അതിൻ്റേതായ പരിധികളുണ്ട്. ഒരു ദേവതയെ തൃപ്തിപ്പെടുത്താൻ ഇന്ന ഹോമങ്ങൾ കർമ്മങ്ങളൊക്കെ വിധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം എന്താണ്? ആ ദേവതയാൽ അർഹിക്കപ്പെടുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. അത് മോക്ഷത്തിനല്ല. ഒരു അമ്പലത്തിൽ പോവുക, ഒരു ദേവതയെ തൃപ്തിപ്പെടുത്തി വഴിപാട് കഴിക്കുക, അല്ലെങ്കിൽ ഹോമം ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന കർമ്മം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആ ദേവതയെ തൃപ്തിപ്പെടുത്തിയാൽ കിട്ടാൻ പോകുന്നത് എന്താണ്? കിട്ടാൻ പോകുന്നത് താൽക്കാലികങ്ങളായ കാര്യലാഭങ്ങളാണ്. അത് നഷ്ടപ്പെടുന്നതുമാണ്. അതൊന്ന് നേടിയാലോ അത് പിറ്റേന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പോകേണ്ടി വരും. അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടി മറ്റൊരാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇയാൾ ചെയ്യുന്ന അപാകതകളോ കൊണ്ടോ മറ്റയാൾ ചെയ്യുന്ന ഗുണം കൊണ്ടോ ഒക്കെ അത് തെന്നി മാറിപ്പോയേക്കാം. അപ്പോൾ ദേവതാ വിഷയങ്ങളായിരിക്കുന്ന കർമ്മത്തിന് ഫലം, കർമ്മവിഷയഫലമായിരിക്കുന്നത് അത് ദേവതകൾക്ക് ആയിക്കൊണ്ട് ചെയ്യപ്പെടുന്നത് ബ്രഹ്മസാക്ഷാത്കാരത്തിനല്ല. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അത് ദേവതാ വിഷയങ്ങളല്ല. ദേവതാ വിഷയങ്ങൾക്ക് കർമ്മം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
ബ്രഹ്മത്തെ അറിയാൻ ഒരു കർമ്മവും വേണ്ടതില്ല. കർമ്മമൊന്നുമില്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കർമ്മശേഷിത്വം കൊണ്ട് ഉണ്ടാവുന്നതാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നതുമായിരിക്കും. അതെ. അപ്പോൾ കർമ്മം കൊണ്ട് നേടുന്നതൊക്കെ നഷ്ടപ്പെടും, ശാശ്വതമല്ല. അപ്പോൾ ദേവതാ വിഷയങ്ങൾ ശാശ്വതമല്ല, താൽക്കാലികങ്ങളാണ്. അപ്പോൾ ബ്രഹ്മവിഷയം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്ന് പറയുന്നത് താൽക്കാലികമല്ല, അത് ശാശ്വതമാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ദേവതാ വിഷയ സംബന്ധങ്ങളായവയൊന്നും തന്നെ ബാധകമല്ല. അമ്പലത്തിൽ പോയോന്നോ വഴിപാട് കഴിച്ചുവെന്നോ ഹോമം നടത്തിയെന്നോ അത് ചെയ്തില്ല എന്നോ ഇതൊന്നും അതിൻ്റെ പരിധിയിൽ വരുന്നതല്ല. പിന്നെ പറയുകയാണ്, ഈ ദേവതകളെയും മറ്റും കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങൾ ചിലത് ഉപാസനാപരങ്ങളാണ്. ഉപാസനാപരം എന്ന് പറഞ്ഞാൽ, ഉപാസന എന്ന് പറഞ്ഞാൽ അനേക നിർവചനങ്ങൾ നമുക്ക് ശാസ്ത്രം നൽകിയിട്ടുണ്ട്. അതിലേറ്റവും നല്ല ഉപദേശം, നിർവചനം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഭാഷ്യത്തിൽ തന്നിരിക്കുന്ന ആ വശമാണ്. അതെന്താ വെച്ചാൽ, ഉപാസനം നാമ യഥാശാസ്ത്രം അർത്ഥസ്യ വിഷയീകരണേന സാമീപ്യമുപഗമ്യ തൈലധാരാവത് സമാന പ്രത്യയ പ്രവാഹേണ യദാസനം തത് ഉപാസന എന്നൊരു നിർവചനം ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. 12-ാം അധ്യായത്തിലെ ഭാഷ്യം. ഉപാസന എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഉബേ സമീപേ എന്നാണ്. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നാണ്. അപ്പോൾ അടുത്തിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഉപാസന എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അതിന് അർത്ഥം പറഞ്ഞാൽ എന്താ? അടുത്തിരിക്കുക. ആരുടെ അടുത്തിരിക്കുക? ദേവതോപാസന എന്ന് പറഞ്ഞാൽ ആ ദേവതയുടെ അടുത്തിരിക്കുക. എങ്ങനെ ദേവതയുടെ അടുത്തിരിക്കുക? സർവ്വ അകലങ്ങളും നീങ്ങി ആ ദേവത എൻ്റെ ഇഷ്ടദേവതയാണ് എന്നുള്ള അതിൽ നിന്ന് വ്യതിചലിക്കാത്തൊരു ഭാവം, അചഞ്ചലമായ ഭക്തി. അതാണ് ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ എന്നെ രക്ഷിച്ചുകൊള്ളും, ഇതിനെ തന്നെ ഞാൻ ആശ്രയിച്ചാൽ മതി. അതാണ് ഉപാസന എന്ന് പറയുമ്പോൾ. അതിനായിക്കൊണ്ട് നിത്യനിരന്തരമായി ചെയ്യപ്പെടുന്ന ജപം, കീർത്തനങ്ങൾ, സ്തുതിപരങ്ങളായവ, ഇതൊക്കെ, അല്ലെങ്കിൽ ആ ദേവതയുടെ വ്രതം, ഇതൊക്കെ അതിൽ പെടും. ഇപ്പോൾ ഒരു ദേവിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വ്രതം എടുക്കുകയാണ്. അപ്പോൾ ദേവിയുടെ ദിവസം ഏതാ? ചൊവ്വ, വെള്ളിയൊക്കെയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളോ വെള്ളിയാഴ്ച ദിവസങ്ങളോ വ്രതം എടുക്കുക എന്നുള്ളത് ആ ദേവിയുടെ ഉപാസനയാണ്. ശിവൻ്റെ ഉപാസന എന്ന് പറയുമ്പോൾ അത് തിങ്കളാണ്. അപ്പോൾ ആ ഉപാസന ചെയ്യാൻ പറയപ്പെട്ട ദിവസം തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച ശിവൻ്റെ ഉപാസന ചെയ്യാം എന്ന് പറഞ്ഞു. ഇനി വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെയാണ്, ഗുരുസ്ഥാനത്താണ് വ്യാഴം. അപ്പോൾ ഗുരു ഉപാസന ചെയ്യാൻ പറ്റിയ ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. ശനി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ആണെന്നൊക്കെ പറയും. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദേവന്മാരുടെ ഓഫീസ് തുറന്നിരിക്കുക. ഓരോ ദിവസവും ഓരോ ഓഫീസ് തുറന്നിരിക്കുക. അവിടെ എല്ലാ ദിവസവും നല്ലതാണ്, ചീത്ത ദിവസങ്ങളൊന്നുമില്ല. കാരണം ആരുടെയെങ്കിലുമൊക്കെ ഞായർ ഇപ്പം ആരതാ? എന്തായാലും ഞായറാഴ്ചയുണ്ട്. ഏതൊക്കെ ദേവതാ വിഷയങ്ങളുണ്ട്? ഞായറാഴ്ചയുണ്ട്. ഏതൊക്കെ ദേവൻ്റെ ഓഫീസ് തുറന്ന ദിവസമാണ്. ഏതായാലും ഒരു ദിവസം ഒഴിവില്ല. ചൊവ്വാഴ്ച എന്തായാലും മഹത്തായ ദിവസമാണ്. എന്നാലും ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ. വാസ്തവത്തിൽ അതിലൊന്നും അർത്ഥമൊന്നുമില്ല. ഏത് ദിവസവും ഉപാസന ചെയ്യാം. ഇനി നിത്യമായി ഉപാസന ചെയ്യുന്നവരുണ്ട്. ദിവസവും രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഉപാസന ചെയ്യുക, തൻ്റെ ഇഷ്ടദേവതാ നാമത്തെ കുറച്ച് നേരം ജപിക്കുക. അതൊക്കെ ഒരു ഉപാസനയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ അതിൻ്റെ സ്തുതിപരങ്ങളായ ഭജന ചൊല്ലുക, കീർത്തനങ്ങൾ ചൊല്ലുക. അല്ലെങ്കിൽ ചില വീടുകളിൽ ഫോട്ടോ ഒക്കെ വെച്ച്, തൻ്റെ ഇഷ്ടദേവൻ്റെ ഫോട്ടോ വെച്ച്, അത് അയ്യപ്പനാവട്ടെ ശിവനാവട്ടെ ആരോ ആവട്ടെ, അതിന് മുന്നിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ചിട്ട് അത് ഫോട്ടോയില്ല, ദേവന്മാരുടെ ഫോട്ടോ ആരെടുത്ത് ചിത്രമാണ്, ചിത്രകാരന്മാർ വരഞ്ഞ ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ മുന്നിൽ ഒന്ന് കൈകൂപ്പി നിൽക്കുക, കുറച്ച് നേരം കണ്ണടച്ച് നിൽക്കുക. ഇതൊക്കെ ഉപാസനയുടെ ഭാഗമാണ്.
അപ്പം ഇങ്ങനെയുള്ള ഉപാസനകളൊക്കെ, ഉപാസനാപരങ്ങൾ അത് കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ ബ്രഹ്മത്തെ അറിയാൻ സാധ്യമല്ല. പിന്നെ എന്തിനാ അത് ചെയ്യണത്? അതൊക്കെ നമുക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ സമാധാനവും ശാന്തിയും സന്തോഷവും അതുപോലെ സംതൃപ്തിയും ഒക്കെ തരാൻ വേണ്ടിയാണ്. ചിലർ കണ്ടില്ലേ, വണ്ടി ഓടിക്കാൻ വേണ്ടി വണ്ടിയിൽ കയറുമ്പോൾ ആ സ്റ്റാറിങ്ങോ അല്ലെങ്കിൽ ഹാൻഡിലോ തൊട്ടിട്ടൊന്ന് തലയിലേക്കും. അപ്പോൾ അതൊക്കെ ഒരു കർമ്മമാണ്. അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് വണ്ടി മുട്ടാതിരിക്കുകയൊന്നുമില്ല. അത് വളരെ ശ്രദ്ധിച്ച് പോയാൽ തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെത്ര ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് ഒന്ന് മുട്ടിയില്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് വിചാരിച്ചിട്ടല്ല, അതൊരു ഉപാസനയുടെ ഭാഗമാണ്. അപ്പം നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ട്, ഭഗവാനെ എൻ്റെ യാത്രയൊന്ന് മുടങ്ങരുതേ, അല്ലെങ്കിൽ ഇത് സഫലമാവണേ എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം എന്തെങ്കിലും ഫലത്തെ കാക്ഷിച്ചുകൊണ്ടാണ് എല്ലാ ദേവതോപാസനകളും വിധിച്ചിട്ടുള്ളത്. ഇനി വലിയ യജ്ഞങ്ങളും യാഗങ്ങളും നടത്തുന്നതിനാ, അതും വലിയ ഫലത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വിധിപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഫലം കിട്ടും. വിധിപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യണത്. അതിന് വിധിവിധാനങ്ങളുണ്ട്. ഇത്ര പ്രാവശ്യം ഹോമം ചെയ്യാനും. അത് പണ്ടൊരു കുട്ടി യാഗത്തിന് പോയ കഥ പറയാറ്. എല്ലാവരും യാഗത്തിന് പോവുകയാണ്. ഒരു കുട്ടിയും പോയപ്പോൾ കുട്ടി കയ്യിലൊരു കുട എടുത്തിരുന്നു. യാഗം കഴിഞ്ഞ് പോന്നപ്പോൾ മഴ പെയ്തു. അപ്പോൾ യാഗം ചെയ്യുന്ന ഹോതാവ്, ചെയ്യിക്കുന്ന ആചാര്യൻ, ഇവരൊക്കെ കൂടെ ഉണ്ട്. ഇവരൊന്നും കൊടെടുത്തിട്ടില്ല. ഈ കൊച്ചുകുട്ടി മാത്രം കൊടെടുത്തിട്ടുണ്ട്. അപ്പോൾ പോരുമ്പോൾ നല്ല മഴ പെയ്തു. യജ്ഞം കഴിഞ്ഞപ്പോൾ എല്ലാവരും മഴ നനഞ്ഞു, ഈ കുട്ടി മാത്രം മഴ നനയാതെ അങ്ങനെ പോന്നു. അപ്പം നീ എന്തിനാടോ കൊടെടുത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടുണ്ട് യജ്ഞം കഴിഞ്ഞാൽ അവവ്രത സ്നാനത്തിന് മഴ പെയ്യുമെന്ന്, അതുകൊണ്ട് ഞാൻ കൊടെടുത്തു. അവൻ കേട്ടതാണ്. അവന് നിഷ്കളങ്കമായ ഭാവത്തിൽ അത് സത്യമാണെന്ന് അവൻ അങ്ങ് ധരിച്ചു. അത് ശരിയായി. ഇത് ചെയ്യിക്കുന്ന ആൾക്ക്, ഗുരുനാഥന് പോലും എന്തുണ്ട്, ഉറപ്പില്ല. അത്രത്തോളം അചഞ്ചലമായ വിശ്വാസം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വഴിപാടുകൾക്ക് ഫലമുണ്ടാകും. അത്രത്തോളം ഉണ്ടാവണം. ചിലവർ പറയാറുണ്ട്, അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ പോയി മംഗല്യ പുഷ്പാഞ്ജലി കഴിച്ചാൽ കല്യാണം നടക്കുന്നു പറയാറുണ്ട്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത്രയും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം സഫലമാവും. ഇന്നല്ലെങ്കിൽ നാളെ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവണം. ഉറച്ചൊരു വിശ്വാസം വേണം. അവിടെ വിശ്വാസത്തിനൊക്കെ പ്രാധാന്യമുണ്ട്. പക്ഷേ ഏതായാലും കിടക്കട്ടെ, നമ്മൾ ചിലപ്പോൾ ഡോക്ടർ എഴുതിയ മരുന്ന് കണ്ടില്ലേ, ആ മരുന്നൊന്ന് കഴിച്ചു നോക്കാം. വേറൊരാൾ വേറൊരു മരുന്ന് പറഞ്ഞാൽ അതും കഴിച്ചു നോക്കാം, ഏതോടെങ്കിലും ഒന്ന് മാറട്ടെ എന്ന്. അതല്ല വിശ്വാസം. പൂർവ്വ ആചാര്യന്മാർ നമ്മൾക്ക് പറഞ്ഞു തന്നെ, അവർ സത്യവാക്കുകളായിരുന്നു. അവർ പറഞ്ഞ വാക്കിൽ 100% വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടക്കും. അത്ര വിശ്വാസം ഉണ്ടോ എന്നുള്ളത് സംശയം. ഇങ്ങനെ എത്രയോ കഥകൾ നമുക്ക് പുരാണങ്ങളിലൊക്കെ കാണാനുണ്ട്. അച്ഛനും അമ്മയും കുട്ടീനോട് പറയുകയാണ്, അപ്പോൾ ഒരു കാട് കടന്നിട്ട് വേണം അവന് പള്ളിക്കൂടത്ത് പോകാൻ. അപ്പോൾ ദിവസം കാട്ടിൽ കൂടെ പോവുക. അപ്പോൾ കാട്ടിൽ കൂടെ പോകുമ്പോൾ ഈ കുട്ടീനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ പേടിയുണ്ട്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, കുട്ടീനോട് അമ്മ പറഞ്ഞയക്കുകയാണ്, വേറെ ആരുമില്ല, അവൻ പോവുന്നെ വേണം. അപ്പോൾ പറയുകയാണ്, നിനക്ക് വല്ല ആപത്തും വന്നാൽ, വരാൻ പുറപ്പെട്ടാൽ, അപ്പം നിനക്ക് ഒരാൾ വരും, സഹായിക്കാൻ വരും. കൃഷ്ണനാണ് പേര്. ഉറക്കെ വിളിച്ചാൽ മതി. അവൻ കാട്ടിൽ അങ്ങനെ ഒരു ആപത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? ഉറക്ക വിളിച്ചു. അവനൊരു കൂട്ടുകാരൻ വന്ന് അവനെ പേടി കൂടാതെ കാട് കിടത്തി കൊടുത്തു. അപ്പോൾ അമ്മയോട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയാണ്, എനിക്കൊരാൾ വന്നു,
അത് സാക്ഷാത് കൃഷ്ണൻ ഇറങ്ങി വന്നൊന്നല്ല, ആരിലൂടെയെങ്കിലും അത് കൃഷ്ണനാണ്. ഇതുപോലെ നമുക്ക് എപ്പോഴും ഒരു താങ്ങും തണലുമായി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിൽ കൃഷ്ണനെ കാണണ്ടേ? കാരണം അത്രയും ഉറച്ച വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിൽ അവിടെ അതൊരു നിമിത്തമായി വരും. ഒരു താങ്ങും ഒരു കൈത്താങ്ങ് അവിടെ ഉണ്ടാവും. അത് ചിലപ്പോൾ ആരാന്ന് നോക്കണ്ട, ചിലപ്പോൾ നമ്മൾ ശത്രുവായി പ്രഖ്യാപിച്ച ആളായിരിക്കാം, മനസ്സിലായില്ല. നമ്മളെ അടുത്തുള്ള ഒരാളാവാം, ഉറ്റ ചങ്ങാതിയാവാം, ചിലപ്പോൾ ആരും ആയി എന്ന് കൂടെ ഇല്ല. പക്ഷെ ആ സമയത്ത് നമുക്കുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഭാഗ്യവും. ആ ഭാഗ്യം എവിടെ നിന്നാണ് വന്നത്? അത് നമ്മുടെ ഉപാസനയുടെ ഫലമാണ്, നമ്മുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ ഫലം. അല്ലാതെ ഇന്നാളെന്നെ വരണം അത് വേണ്ട. അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പം ഞാൻ ഇന്ന ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തു, ആ കൈകളിൽ തന്നെ എനിക്ക് തിരിച്ചുപകാരം കിട്ടണം എന്ന് വിചാരിച്ചാൽ എന്തായി? കർമ്മഫലത്തെ ആഗ്രഹിക്കലായി. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു, മറ്റൊരാൾ എനിക്ക് എന്താണോ കുറവുള്ളത് അത് അയാൾ നികത്തി തരും. ഈ ഒരു അർത്ഥവിശ്വാസം, ഇതാണ് ഈശ്വരീയമായ ഉപാസനകൾ കൊണ്ട് കിട്ടാൻ പോകുന്ന പരമാവധി ഫലം. നമ്മളെ കയ്യിൽ എന്തുണ്ടോ അത് ചിലപ്പോൾ നല്ലൊരു വാക്കായിരിക്കാം, ചിലപ്പോൾ ഒരു ചിരിയായിരിക്കാം, ചിലപ്പോൾ ഒരു തൊട്ട് തലോടലാവാം അർഹിക്കുന്ന തലത്തിൽ. അത് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുമോ എങ്കിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തായിരിക്കാം? എന്തെങ്കിലും ഒരു കുടുക്കിൽ പെടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കാം, ചിലപ്പോൾ തിരിച്ചൊരു സന്തോഷം, ഒരു സ്നേഹത്തിൻ്റെ വാക്കായിരിക്കാം നമുക്ക് കിട്ടേണ്ടത്. ചിലപ്പോൾ അതല്ല, ചിലപ്പോൾ ചില കാശായിരിക്കാം. എന്താണ് പറയാൻ പറ്റില്ല. എല്ലാം തേഞ്ഞിട്ട് ഒരു മനുഷ്യനും ഈ ലോകത്തില്ല, എല്ലാം തേഞ്ഞിട്ട് ആരുമില്ല. അപ്പം എന്തിൻ്റെയൊക്കെ കുറവ് നമുക്കുണ്ട്, എന്തിൻ്റെയൊക്കെ കുറവ് സമൂഹത്തിലുമുണ്ട്. അപ്പം നമ്മളെടുത്ത് എന്തുണ്ടാവണോ അത് നമ്മൾ കൊടുക്കുന്നു, നമുക്കുള്ളടുത്ത് എന്തില്ലയോ അത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആദാന പ്രധാനമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ദേവതോപാസനകളൊക്കെ വിധിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് ബ്രഹ്മസാക്ഷാത്കാരത്തിനല്ല. അപ്പം ചോദ്യം, ബ്രഹ്മസാക്ഷാത്കാരം എന്നുള്ളത് അതിനെന്താണുള്ളത്? അപ്പം അത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ബ്രഹ്മസാക്ഷാത്കാരം നേരെ വിരുദ്ധമായതാണ്. ഇതൊക്കെ താൽക്കാലികമായ സാധ്യത്തിന് വേണ്ടി പറയാറുണ്ടല്ലോ, കാര്യസാധ്യം എന്നൊക്കെ. കാര്യസാധ്യം എന്നൊക്കെയാ പറയാ. അതൊരു തരം കാര്യസാധ്യത്തിന് തന്നെയാണ് കർമ്മങ്ങളൊക്കെ. ഏത് യജ്ഞങ്ങളായാലും ഏത് യാഗങ്ങളായാലും ഒക്കെ കാര്യസാധ്യത്തിന് തന്നെ. അത് വേണ്ട, ജീവിതത്തിൽ വേണം. അത് മംഗളകരമായി ഭവിക്കണം, ജീവിതത്തിൽ സുഖം വേണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതെ, അതൊക്കെ ലൗകികങ്ങളായ ലോകകാര്യങ്ങളാണ്. ലോകകാര്യത്തിൽ ദേവതോപാസനയുടെ അനിവാര്യത ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ അതും ബ്രഹ്മവിഷയവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബ്രഹ്മം വിഷയമേ അല്ല, പിന്നെന്താ? അത് ഈശ്വര സാക്ഷാത്കാരമാണ്, അത് മനുഷ്യൻ്റെ ലക്ഷ്യമാണ്. മോക്ഷം നേടാൻ തക്കതായ ബുദ്ധിയും കഴിവും മനുഷ്യന് തന്നിട്ടുണ്ട്. മറ്റ് ജീവികളെ അപേക്ഷിച്ച് മനുഷ്യന് വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. മറ്റ് ജീവികളിൽ നിന്ന് നമ്മളെ വിഭിന്നരാക്കുന്നത് ഈ വിശേഷ ബുദ്ധിയാണ് താൻ. മറ്റുള്ളതൊക്കെ നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യൻ എന്നുള്ള പ്രത്യേക പരിഗണന അവിടെ അർഹിക്കുന്നില്ല. അത് മറ്റു ജീവികൾക്കും അതിലേറെ നേടാൻ സാധിക്കും, ഇല്ലേ? ഇണ, ഇര, സുഖം, സന്തോഷം, സമാധാനം, ഇതൊക്കെ മനുഷ്യനേക്കാൾ എത്രയോ മടങ്ങ് മറ്റു ജീവികൾക്കുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടത് കണ്ടതല്ല, ഗന്ധർവലോകം അല്ലെങ്കിൽ പിതൃലോകം അല്ലെങ്കിൽ സ്വർഗലോകം എന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ പുരാണങ്ങളിലും മറ്റും പറഞ്ഞിട്ടുള്ള സുഖ താരതമ്യം വളരെ കേമാണ്. അതൊക്കെ കർമ്മം കൊണ്ട് ലഭിക്കുന്നതാണ്. ഈ സിംഹത്തിന്റെ വിധിക്കപ്പെട്ടതാണ് ആ ഇര എന്ന് പറയും. അപ്പൊ അത് ഈ വേട്ടക്കാരനും വീരയ്ക്കും ഒരു പൂർവ്വകാലം ഉണ്ടാവില്ലേ?